പിന്നെ ആൾക്കാർ പൊതുവെ പറയാൻ മടിക്കുന്നത് അല്ലെ, പുറത്ത് പറയാൻ വളരെ മോശം എന്നുള്ള കരുതിയിൽ കണ്ടിരുന്ന ഒരു അസുഖമാണ് പൈൽസ്. നമുക്കിപ്പം ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കേസും കൂടിയാണ് പൈൽസ്. കാരണം എന്താണ്, നേരിട്ട് വരണ്ടല്ലോ പേഷ്യൻസ്. പിന്നെ ഫീമെയിൽസ് ആയാലും മെയിൽസിനായാലും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ചില പേഷ്യൻസ് നേരിട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെ പറയാറുണ്ട്, ഡോക്ടർ ഞാൻ ചോദിക്കും ഒരു അസുഖം ഡോക്ടറോട് പറയണേ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? അതല്ല ഡോക്ടർ, എന്നാലും ഒരു പരിചയമില്ലാത്ത പേഷ്യൻസ് ആയിരിക്കും, ലോങ് ഡിസ്റ്റൻസ് എന്ന് വരുന്നതായിരിക്കും. ഞാൻ ഇതെന്താ ഇവിടെ വരാൻ, അതിങ്ങനെ അവിടുന്ന് മാറി എന്ന് അറിഞ്ഞുകൊണ്ട് വന്നാണെന്ന് പറയും. അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൈൽസിൻ്റെ ബുദ്ധിമുട്ട് എന്ന് അറിയുന്നത്, ഇപ്പം ഈ വന്ന പേഷ്യൻസ് പറഞ്ഞ അതിൻ്റെ ഫാമിലി ആയിരുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് എവിടെ യാത്ര പോകാവുന്ന സമയത്തും ഭക്ഷണം കഴിച്ച ഉടനെ ഭർത്താവിൻ്റെ ബാത്റൂമിൽ പോകണം. അപ്പം ഞാൻ എന്താണ് ഇതിൻ്റെ കാര്യം? അപ്പം രണ്ടാമത് പറയാണ്, ഡോക്ടർ ഇവിടുന്ന് മാത്രമല്ല, നമ്മളിപ്പം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ഇന്ന സ്ഥലത്ത് നിന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും പുള്ളിക്ക് ബാത്റൂം പോകണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതൊരു പൈൽസിൻ്റെ ഒരു സിംറ്റംസ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വയറ് പൂർണ്ണമായിട്ടും മലം പാസ്സാവില്ല കുടലിൽ. അപ്പം എന്ത് ചെയ്യും, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് വീണ്ടും പ്രഷർ വരിക. അപ്പം എത്ര ബാത്റൂം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്പേഴ്സ് കൂടുതലായിരിക്കും, 5, 3, 4, 5 പ്രാവശ്യം പോയിട്ടുണ്ടാവും. പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ആവില്ല, വളരെ ചെറുതായ ഒരു പീസായിട്ട് ഹാർഡായിട്ട് പോകും. പക്ഷെ ബാക്കി റിമൈനിങ് ആയിരിക്കും, അവിടെ റെക്ടൽ പ്രഷർ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, ഇത് തന്നെയാണ് പൈൽസിൻ്റെ സ്റ്റാർട്ടിങ് ലെവൽ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ എവിടെ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോകണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പൈൽസിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. പൈൽസ് എന്ന് പറഞ്ഞാൽ വേറെ അസുഖം പോലെയല്ല, ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പൈൽസിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ സിംറ്റംസ് സിവിയർ ആയിരിക്കും. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല, അത് സിവിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. അതാണ് പൈൽസിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മറ്റുള്ള അസുഖങ്ങൾ ഇപ്പോൾ തലവേദന ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ജോയിൻറ്റ് പെയിൻസോ മുട്ടുവേദനയോ അല്ലെങ്കിൽ അലർജി, തുമ്മലൊക്കെ നമുക്ക് ബെഡ് കിടക്കാൻ പറ്റും. പൈൽസ് വന്നിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 2 ഭാഗവും പരസ്പരം 2 കാലും കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കാൻ പറ്റില്ല. കിടക്കുമ്പോൾ എന്ത് ചെയ്യും, പെയിന് സിവിയർ ആവും. എന്നാലോ ഇരിക്കാൻ പറ്റൂ ഇല്ല. കാരണം എന്താ, നമ്മൾ അവിടെ നിന്ന് മലർന്നിരിക്കുമ്പോൾ ബട്ടക്സ് മലർന്നിരിക്കുന്ന സമയത്ത് വീണ്ടും പ്രഷർ വരികയാണ്, പിന്നെ ഈ അസുഖം കൂട്ടണം. നടക്കുന്ന സമയത്തോ, നടക്കുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? യാത്ര ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചില സിനിമയിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഓടിക്കുന്ന ബൈക്ക്, അതുപോലെ പിന്നിടുന്ന ബുദ്ധിമുട്ട്. നമുക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇരിക്കാനും നിൽക്കാനും നടക്കാനും കിടക്കാനും പറ്റാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥ പിന്നെ വേറെ ബാക്കിയുള്ള ഞാൻ കമ്പയർ ചെയ്യുന്ന ഡിസീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് മാറാൻ പറ്റും, റെസ്റ്റ് എടുക്കാൻ പറ്റും. പക്ഷെ പൈൽസിന് അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, വളരെ പ്രഷറായിരിക്കും ആള്. നമ്മളിപ്പോൾ എന്തെങ്കിലും കോമൺ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ, ചെറിയ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പുള്ളി പെട്ടെന്ന് ഇമോഷണലായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ചൂടാവും. കാരണം എന്താണ്, പുള്ളി അത്രയും ഉള്ളിൽ മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ മെയിലിനായാലും ഫീമെയിലിനായാലും 2 പേരും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കാരണമില്ലാതെ പെട്ടെന്ന് ചീത്തയോ അടിയോ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഭർത്താവിനാണ് അല്ലെ പുരുഷനാണോ വന്നതെങ്കിൽ പിന്നെ നോക്കണ്ട, അതിൻ്റെ ഫീമെയിൽ ഒരു പകുതിയോളം കൺട്രോൾ ചെയ്ത് വെക്കും. പുരുഷനാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നീട് എന്താണ്, ഇത് സിവിയർ ആണോ സമയത്തുള്ളതാണ് ഈ പറഞ്ഞ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പോലും പ്രോപ്പറായിട്ടുള്ള യൂറിൻ പോലും പാസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും സിവിയർ പൈൽസിന്. ഇനി എങ്ങനെയാണ് പൈൽസിൻ്റെ, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെന്നും എന്തൊക്കെയാണ് അതിന് മുൻകരുതലാണ് എടുക്കേണ്ടതെന്നും എങ്ങനെ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാമെന്നും വിശദമായിട്ടൊന്ന് സംസാരിക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മുഹസിൻ, ചീഫ് കൺസൾട്ടിംഗ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പൈൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സഡൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്ന കാരണം സഡൻഡറി ലൈഫ്. കാരണം എന്താണ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആകെ ടോട്ടലി മാറി. ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. ആ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുമ്പോൾ എന്താണ് കാണിക്കുക, ബോഡിക്ക് ആവശ്യമുള്ള വെള്ളം കാര്യങ്ങൾ ബോഡി ആവശ്യപ്പെടില്ല. കാരണം എന്താ, വേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവും ബോഡിക്ക് വെള്ളം ആവശ്യമുണ്ടെന്നുള്ളത്. പക്ഷെ വേർക്കുന്ന സമയത്ത് മാത്രമല്ല, ബോഡിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് നമ്മുടെ കംപ്ലീറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഒരു ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് നടക്കണമെങ്കിൽ ഒരു സർക്കുലേഷൻ നിർബന്ധമാണ്. അതുപോലെ ബോഡിയിൽ നിന്ന് മോർബിഡ് മെറ്റീരിയൽസും അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റും നിർബന്ധമായിട്ടും ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. മിനിമം നമ്മൾ 20 kg 1 ലിറ്റർ എങ്കിലും കുടിക്കുന്ന രൂപത്തിൽ, ശരാശരി 2 മുതൽ 3-3.5 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. ഈ രൂപത്തിൽ കുടിക്കുന്ന സമയത്ത് എന്താണ്, ബോഡിയുടെ വേസ്റ്റ് മെറ്റീരിയലും വേസ്റ്റ് മെക്കാനിസം ഇവാക്യുവേഷനൊക്കെ പൂർണ്ണമായിട്ടും നല്ല പ്രോപ്പറായിട്ട് സ്മൂത്തായിട്ട് നടക്കും. ബാക്കിയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ബോഡിയുടെ ഹീറ്റ് നോർമലായിരിക്കും. മറ്റേതെന്തായിരിക്കും, ബോഡി ഡ്രൈനെസ് സ്റ്റാർട്ട് ചെയ്യും.
ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കൃത്യമായ രൂപത്തിൽ വെള്ളം കുടിക്കുക. രണ്ടാമത്തെ എന്താണ്? ഉറക്കമാണ്. ഉറക്കം നമ്മൾ അറിയാതെ പൈൽസിന് കാരണം ഇന്നത്തെ സർട്ടിഫിക്കേഷൻ്റെ ഏറ്റവും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? വൈകിട്ട് നല്ല ഹെവി ഫുഡ് കഴിക്കും, അതിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും, നേരെ പോയിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും, രാവിലെ ഒരു 8-9 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. ഇതോടെ എന്തായി? ടോട്ടലി സിസ്റ്റം കംപ്ലീറ്റ് ഡിസോർഡറിലേക്കാണ് പോണത്. പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കൂല. ഇതിൻ്റെ സ്ലീപ്പിനെ പൈൽസ് ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലായപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റംസാന് ശേഷം ഒപിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന കേസ് പൈൽസിൻ്റെതായിരിക്കും. കാരണം എന്താണ്? അവിടെ ഉറക്കം ഡിസോർഡർ ആവും. ആൾക്കാർ ഈ പ്രഭാത നമസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങും, ഒരു 8-9 മണി വരെ ഉറങ്ങും, അതിന് ശേഷം എണീക്കുക. ഈ സമയത്ത് എന്താവുള്ള നോർമലി ആയിട്ടുള്ള മോഷൻ പാസ്സാവില്ല, മലം ഹാർഡാവും. ഇതെന്ത് ചെയ്യും? ബാത്റൂം പോയിട്ട് വീണ്ടും പ്രഷർ കൊടുക്കും. പൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മലദ്വാരത്തിന് ചുറ്റുമുള്ള ഇന്റേണലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിന് വരുന്ന വീക്കവും പ്രഷറുമാണ് പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ബാത്റൂം പോയിട്ട് പ്രഷർ ചെയ്യുമ്പോൾ എന്താണ്? ഈ പറഞ്ഞ പ്രയാസം ചെറുതായിട്ട് അവിടെ ഇൻഫ്ലമേഷൻ വരും, പൈൽസ് ആയിട്ട് മാറുകയും ചെയ്യും. ഇതേ ഇഷ്യൂ ആണ് പ്രഗ്നൻസിയിൽ വരുന്നത്. പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഫീമെയിൽ കൂടുതലായിട്ട് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കണ്ടിരുന്നത്. എന്താണ്? പെൽവിക് പ്രഷർ കൂടും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ മെയിലിന് കണ്ടുവരുന്നത് ഈ പറയുന്ന നോമ്പിന് ശേഷമുള്ള അവസ്ഥയാണ്. അന്ന് മെയിലിനും ഫീമെയിലിനും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇനി എന്താണ് അതിൻ്റെ അതായത് നമുക്ക് പൈൽസ് വരുന്നതിന് മുമ്പ് ബോഡി കാണിച്ചിരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എത്ര പ്രാവശ്യം ബാത്റൂം പോയി കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥ. കാരണം എന്താണ്? പിന്നീട് പോകണം എന്നുള്ളൊരു ടെൻഡൻസി വരിക. അപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ വീണ്ടും പോകുന്നത്. കാരണം എന്താ? മലം കംപ്ലീറ്റ് പുറത്ത് പോകാത്ത അവസ്ഥ. പ്രഷർ വരുമ്പോൾ വീണ്ടും എന്നാലും വളരെ കുറച്ച് മാത്രം പോകും. പിന്നീട് എന്തായിരിക്കും? മലദ്വാരത്തിൻ്റെ ഒരു പ്രഷറോ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. ചില സമയത്ത് ഇച്ചിങ് ഉണ്ടാവും, ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, മല തീരെ പോകാത്തൊരവസ്ഥയായിരിക്കും. നമ്മൾ ബാത്റൂം പോകും, തിരിച്ചു വരുന്ന അവസ്ഥ. പിന്നീട് എന്തായിരിക്കും? ചില സമയത്ത് നല്ല ഹാർഡായിരിക്കും, വളരെ കട്ടിയായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് പോകുന്ന അവസ്ഥ. ഇതൊക്കെയാണ് പൈൽസിന് മുമ്പ് ബോഡി കാണിച്ചു തരുന്ന അവസ്ഥ. ഇനി പൈൽസിന് ശേഷം, പൈൽസ് എഫക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? നല്ല സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരിക്കും. ചില കേസിന് ബ്ലീഡിങ് ഉണ്ടാവും, ചില കേസ് ബ്ലീഡിങ് ഉണ്ടാവില്ല. ചില നല്ല സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. കാരണം പെയിൻ എന്തായിരിക്കും? മലം പാസ്, നേരത്തെ പറഞ്ഞ പോലെ പൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെയിൻസിന് ഉണ്ടാവുന്ന ചെറിയ വീക്കാണ്. അപ്പോൾ വീക്ക് എന്ത് ചെയ്യും? മലം പാസ് ചെയ്യുന്ന റൂട്ടിലാണ് പൈൽസ് ഉള്ളതെങ്കിൽ ആ ഹാർഡായിരിക്കും ടോട്ടലി പൈൽസ് വരുന്ന ആൾക്കാരുടെ മലം. അപ്പോൾ ആ ഇവിടെ തട്ടിയും അവിടെ മുറിയും ഇന്റേണലി ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്റേണൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. നമുക്കറിയാൻ പറ്റും ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം മുറിയും പിന്നീട് നമ്മുടെ വെള്ളത്തിനെടുത്ത് നോക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? പുകച്ചിൽ വരും. കാരണം നേരിട്ട് അവിടെ സെൻസേഷൻ വരികയാണ് സ്കിന്നിലേക്ക്. അപ്പോൾ ഇതേ അവസ്ഥ എന്ത് ചെയ്യും? തട്ടിയിട്ട് ആ പൈൽസ് പൊട്ടുകയും പിന്നീട് വരുന്ന മലത്തിൽ വരുന്ന വെള്ളം വാട്ടറി കണ്ടന്റ് തിരിയും, പിന്നെ അവിടെ പുകച്ചിലായിരിക്കും. അപ്പോൾ ഡോക്ടറെ ബാത്റൂം പോയി വന്നതിന് ശേഷം ഒരു 6-7 മണിക്കൂർ വരെ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താണ്? ഈ പറഞ്ഞ സംഭവമാണ്, മെക്കാനിസമാണ് സംഭവിക്കുന്നത്. നമ്മൾ എത്ര പെയിൻ കില്ലർ എന്ത് കഴിച്ചിട്ടും കാര്യമില്ല. കാരണം എന്താണ്? ഇവിടെ ഇന്റേണലി മുറിവ് വന്നിട്ടുണ്ട്. ഈ മുറിവ് ഉണങ്ങുന്ന സമയമാണ് 5-6 മണിക്കൂർ. മുറിവ് ഉണങ്ങുന്ന സമയമല്ല, ആ പറഞ്ഞ സെൻസേഷൻ ലെയർ മാറി കിട്ടും. അപ്പം എന്ത് ചെയ്യും? ഈ പറഞ്ഞ മുറിവ് നോർമലി ഉണങ്ങുന്നതിന് പകരം ലെയറായിട്ട് വരും. അതിനെടുക്കുന്ന സമയം 5-6 മണിക്കൂർ. അത് വരെ ഈ പേഷ്യൻസ് സഹിച്ച് വേദന കൊണ്ട് കിടക്കാനും നിൽക്കാനും ഇല്ലാത്ത അവസ്ഥ വരികയാണ്. അപ്പോൾ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ഈ പറഞ്ഞ താഴെ പറഞ്ഞ പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? ഈ പറഞ്ഞ തടിപ്പുകളാണ്. തടിപ്പ് 2 തരമുണ്ട്. ഒന്ന് ഹാർഡായിരിക്കും. ഹാർഡായിട്ടുള്ള തടിപ്പുകൾ മാറാൻ കുറച്ച് പ്രയാസമായിരിക്കും. ചില തടിപ്പ് സോഫ്റ്റ് ആയിട്ടായിരിക്കും. പിന്നീട് ഉണ്ടാവും എന്താണ്? സിവിയർ ബ്ലീഡിങ് ആയിരിക്കും. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാൻ പറ്റും, ശരിക്കും പൈപ്പൊക്കെ തുറന്നു വെച്ച പോലെ ഹൈ പ്രഷർ ആയിരിക്കും. എന്താ കാരണം? നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ ആയി കഴിഞ്ഞാൽ അതൊരു തടിപ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ തടിപ്പിൽ പൊട്ടുമ്പോൾ എന്ത് ചെയ്യും? പ്രഷറോട് കൂടിയിട്ടാണ് അത് പാസ് ചെയ്യുക. അത് നല്ല ഫ്രഷ് കളറുള്ള ബ്ലഡ് ആയിരിക്കും. പിന്നെന്ത്? ഇച്ചിങ് ആയിരിക്കും, സിവിയർ ഇച്ചിങ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെയാണ് പൈൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇനി നമുക്ക് പൈൽസുമായിട്ട് ബന്ധപ്പെട്ട പിന്നീട് ഉണ്ടാകുന്ന ടെസ്റ്റുകൾ നോർമലി ഈ പറഞ്ഞ ക്ലിനിക്കൽ എക്സാമിനേഷൻ നോക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നിരുന്ന് കഴിഞ്ഞാലും നമ്മൾ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കാതെ തന്നെ സിവിയർ ബ്ലീഡിങ്ങും വെയിറ്റ് ലോസും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വളരെ എമർജൻസി ആയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അത് മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കൂടിയാണ്. ഇനി പൈൽസ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കാരണം അറിഞ്ഞുകൊണ്ട് പൈൽസ് എന്നുള്ള അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം, പക്ഷെ അത് വീണ്ടും വരും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വണ്ടിയുടെ ടയർ ഒരു റൂട്ടിൽ കൂടെ പോയിട്ട് പഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ പഞ്ചറാവാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ ആണിയ കാര്യങ്ങൾ കൂടുതലായിരിക്കും.
അപ്പോൾ അതുപോലെ നമ്മൾ പൈൽസിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറ്റിയെടുത്താൽ പോലും നമുക്ക് വീണ്ടും ഈ അസുഖം വരും. നമ്മൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും ഇതേ അവസ്ഥ സംഭവിക്കും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? നേരത്തെ പറഞ്ഞ കാരണം കണ്ടെത്തുക. ഉറക്കത്തിൻ്റെ ആണ് എൻ്റെ ബുദ്ധിമുട്ട്, വെള്ളം കൂടിയാണോ എൻ്റെ പ്രയാസം, എൻ്റെ ഭക്ഷണത്തിൽ ഫൈബർ കണ്ടൻറ്റ് കുറവുള്ളതാണോ എൻ്റെ പ്രശ്നം, എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവുള്ളതാണോ എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ കൃത്യമായ ഉറക്കത്തിൻ്റെ സമയത്തിൻ്റെതാണോ പ്രശ്നം എന്ന കാരണങ്ങൾ വിശദമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പരിഹാരം ചെയ്യുകയാണെങ്കിൽ പൈൽസ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കൽ വരാത്തൊരവസ്ഥയായിട്ട് നമുക്ക് മാറിക്കിട്ടും. ഇനി പൈൽസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം, 4 അത്തിപ്പഴം രാവിലെയും വൈകിട്ടും പൈൽസ് ഉള്ള സമയത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. അതോടൊപ്പം തന്നെ കക്കിരിയുടെ ജ്യൂസും കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്പായിട്ടും മോഷൻ സ്മൂത്തായിട്ട് പോകാൻ സഹായിക്കും. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ ഉണക്കമുന്തിരിയും കഴിക്കുകയാണെങ്കിൽ അതും നേരത്തെ പറഞ്ഞ പോലെ വളരെ എഫക്റ്റീവാണ്. ഹെവി സ്പൈസി ആയിട്ടുള്ള മറ്റ് ഡൈജസ്റ്റിന് ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് പൈൽസ് മാറുന്നതായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പൊതുവെ പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റുമോ, ഞാൻ ബീഫ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയും. ബീഫ് പൈൽസിന് യാതൊരു കാരണവശാലും കഴിക്കാൻ പാടില്ലാത്തതാണ്. കാരണം എന്താണ്? ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ചൂട് കൂടും. ചിക്കൻ പണ്ട് കാലം മുതലേ പറയുന്നതാണ് ചിക്കൻ കഴിക്കരുതെന്ന്. അതിൻ്റെ കാരണം എന്താണ്? ലഗോൺ ചിക്കൻ ആയിരുന്നു. ലഗോൺ ചിക്കൻ എന്താണ്? ചൂട് കൂടുതലാണ്. നാടൻ ചിക്കന് ചൂട് കൂടുതലാണ്, പക്ഷേ ഈ പറഞ്ഞ ബ്രോയിലർ ചിക്കന് കമ്പാരിറ്റീവ്ലി ചൂട് കുറവാണ്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. ഇനി പൈൽസുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം. നന്ദി.